നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. കെനിയയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽപ്പെട്ടത് ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ വിനോദസഞ്ചാരികൾ. മരിച്ചത് പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട സ്വദേശികൾ. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘങ്ങൾ വിദേശ പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തി. യാത്ര പൂർണ്ണ വിജയമെന്ന് ശശി തരൂർ MP. സർവകക്ഷി സംഘത്തെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം കാണും. ബംഗളൂരു സ്റ്റേഡിയം ദുരന്തത്തിൽ സിദ്ധരാമയ്യ സർക്കാരിനെതിരെ കർണാടക ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം. പരിപാടിക്ക് അനുമതി നൽകിയതാരെന്നും മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചോദ്യം. വ്യോമ റഡാർ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ ഭാരതം 6 എംബ്രയർ വിമാനങ്ങൾ വാങ്ങുന്നു. വിമാനങ്ങൾ വാങ്ങുന്നത് ബ്രസീലിൽ നിന്നാണ്. ഓസ്ട്രിയയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെടിവയ്പ്, 10 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിനു ശേഷം അക്രമി സ്വയം ജീവനൊടുക്കി. വാർത്തയിലേക്ക്. കെനിയയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. ഖത്തറിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പോയ ബസ് കെനിയയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. 28 പേർക്ക് പരിക്കേറ്റു. 32 പേർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മഴയിൽ നിറഞ്ഞ റോഡിൽ നിന്നും തെന്നിമാറി മരത്തിലിടിച്ച് ബസ് മറിയുകയായിരുന്നു. നെറോബിയിലെയും ഖത്തറിലെയും ഇന്ത്യൻ എംബസികൾ ഭാരതീയ പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചതായി അറിയിച്ചു. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ദാരുണമായ സംഭവമാണുണ്ടായത്. മലയാളികളടക്കം നിരവധി പേരാണ് മരിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഇന്നലെയാണ് കെനിയയിൽ ഈ അപകടമുണ്ടായത്. 28 പേരാണ് ഒരുമിച്ച് ഒരു ടൂർ ഗ്രൂപ്പായി പോവുകയായിരുന്നു. 28 പേർ സഞ്ചരിച്ചിരുന്ന 28 പേരും അവരുടെ ഡ്രൈവറും 3 ഗൈഡുകളും സഞ്ചരിച്ചിരുന്ന 32 പേരുണ്ടായിരുന്ന ആ വാഹനമാണ് നേരത്തെ പറഞ്ഞതുപോലെ അപകടത്തിൽപ്പെട്ടത്. മഴയിൽ തെന്നിമാറി മരത്തിലിടിച്ചു മറിയുകയായിരുന്നു വാഹനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 6 പേർ മരിച്ചുവെന്നും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇതിൽ 6 പേരിൽ 5 പേർ മലയാളികളാണ് എന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. ഇവർ പാലക്കാട്, പത്തനംതിട്ട, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നാണ് പ്രാഥമികമായ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നത്. ഈ നിലവിലെ സൂചനകളനുസരിച്ച് ഈ അപകടം നടന്നത് ഇന്നലെ നടന്ന അപകടം ഇന്ന് നൈറോബിയിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയും അതുപോലെ തന്നെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയും സംയുക്തമായി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും സംയുക്തമായ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ തുടർ നടപടികൾ സംബന്ധിച്ച് ചികിത്സയിലുള്ളവരുടെ വിവരങ്ങളും അതുപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നൈറോബിയിലെയും അതുപോലെ തന്നെ ഖത്തറിലെയും ഇന്ത്യൻ എംബസികൾ ചേർന്നാണ്. ഇന്ത്യൻ എംബസികൾ സാമൂഹ്യ സംഘടനകളുമായി, പ്രവാസി സാമൂഹ്യ സംഘടനകളുമായി ചേർന്ന് തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അപകടത്തിന് കുറേ കൂടി തീവ്രമായൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മരണനിരക്ക് ഉയർന്നേക്കാമെന്ന സൂചനയുമുണ്ട്. 28ഓളം പേർ ചേർന്ന് കെനിയയിലേക്ക് ഈ യാത്ര പോവുകയായിരുന്നു. അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത ബസ്സിലായിരുന്നു ഈ യാത്ര എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ അപകടം നടന്നതിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് നാട്ടുകാരെല്ലാവരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യം പലർക്കുമുണ്ട് എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. 6 പേർ മരിച്ചു എന്നാണ് അവസാനമായി ലഭ്യമാകുന്ന വിവരം. ഇതിൽ 5 പേർ മലയാളികളാണ് എന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളിൽ തൃശൂർ, പാലക്കാട്, തിരുവല്ല സ്വദേശികളും. തൃശൂർ വെങ്കടങ്ങ് സ്വദേശിനി 29 വയസ്സുള്ള ജിസ്ന, കുറ്റിക്കാട്ടുചാലിൽ 1.5 മാസം പ്രായമായ മകൾ റൂഫി മെഹ്റിൻ, പാലക്കാട് മണ്ണൂർ കാഞ്ഞിരംപാറ സ്വദേശിനിയും മകളുമാണ് മരിച്ചത്. അപകടത്തിൽ ഇവരുടെ ഭർത്താവിനും മകനും പരിക്കേറ്റു. മരിച്ച തിരുവല്ല സ്വദേശി ഖത്തറിൽ സ്ഥിരതാമസമാണെന്നാണ് പ്രാഥമിക വിവരം. ഇവരുമായി ദുബായിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ, തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ് എന്നിവർ ചേരുകയാണ്. ആദ്യം സാനുവിലേക്ക്. സാനു, മരിച്ചവരിൽ തൃശ്ശൂർ സ്വദേശികളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുരേഷ്, ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയവർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞുണ്ടായിട്ടുള്ള അപകടത്തിൽ തൃശൂർ സ്വദേശികളായിട്ടുള്ള 2 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് ലഭിക്കുന്ന വിവരം. കെനിയയിലെ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളാൽ തൃശൂർ സ്വദേശികളായിട്ടുള്ള ജസ്ന കുറ്റിക്കാട്ടുചാലിൽ 29 വയസ്സുള്ള ആളാണ്.
അവരുടെ 1.5 മാസം പ്രായമുള്ള കുട്ടിയും ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. തൃശൂർ വെങ്കിടങ്ങ് ആണ് ഇവരുടെ സ്വദേശം. അതുമായിട്ട് അതായത് അവര് കുടുംബസമേതം ബന്ധുക്കൾക്കൊപ്പമാണ് ഈ ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി പോയത്. ഇതിനിടയിലാണ് ഈ ദാരുണമായിട്ടുള്ള ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും എത്രത്തോളം വ്യാപ്തിയാണ് ഈ അപകടങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അപകടം സംഭവിച്ചെങ്കിൽ ഉണ്ടായിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കുടുംബത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ യാത്രയിൽ പോയവരുമായിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എംബസിയുമായിട്ടൊക്കെ ഇവരെ ബന്ധപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സുരേഷ്, സാനുവാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ദുബായിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യൻ കൂടി ചേരുകയാണ്. ഷിൻസ്, 32 പേർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 6 പേർ മരിച്ചു, 5 പേർ മലയാളികളാണ് എന്നുള്ള ഖേദകരമായ വാർത്തയാണ് അല്പസമയം മുമ്പ് തന്നെ പുറത്തു വന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് എംബസികളുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബലിപ്പെരുന്നാൾ അവധി ആഘോഷിക്കണ കെനിയയിലേക്ക് പോയായിരുന്ന സംഘം ഇന്നലെ വൈകുന്നേരമാണ് ബസ് മറിഞ്ഞ അപകടമുണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഘം കെനിയയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇതിൽ യാത്രാ സംഘത്തിൽ കർണാടക, ഗോവ, കേരളം ഉൾപ്പെടെയുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5 മലയാളികളാണ് മരിച്ചിരിക്കുന്നതാണ് വിവരമാണ് നമ്മൾ അറിയുന്നത്. അതിൽ 27 പേർക്ക് പരിക്കുണ്ട്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പാലക്കാട് കോങ്ങാട് സ്വദേശിനി റിയ ആൻഡ് മകൾ ടൈറ, തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, മകൾ റൂഹി മെഹ്റിൻ, തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 27 പേർക്ക് പരിക്കുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ വടക്ക് കിഴക്കൻ കെനിയിലെ നാൻഡറുവ പ്രവിശ്യയിലാണ് അപകടം സംഭവിച്ചത്. അവിടുത്തെ പനാര റിസോർട്ടിൽ പോകുന്നതിനിടെയാണ് ബസ് ഏകദേശം 100 മീറ്റർ താഴ്ചയുള്ള കൊക്കിലേക്ക് മറിഞ്ഞത്. സംഘം സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ടാൽ റോഡിൽ നിന്ന് തെന്നി മാറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപ്പോൾ പോലീസ് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 30 പേരുടെ സംഘം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കെനിയയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ പരിക്കുണ്ട്. പക്ഷെ അതിൽ ഗുരുതരം എന്ന് പറയുന്ന 3 പേർക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പരിക്കേറ്റവരെ നഷ്യാരു കൗണ്ടർ റഫറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നെയ്റോബിയിലെയും ഖത്തറിലെയും ഇന്ത്യൻ ബസ്സുകൾ ഭാരതീയ പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മൃതദേഹം അടക്കമുള്ള കാര്യങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഇന്ത്യൻ എംബസിയും നമ്മുടെ വിദേശകാര്യ വകുപ്പെല്ലാം യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പരിക്കേറ്റവർക്ക് കൂടുതൽ മികച്ച രീതിയിലുള്ള ചികിത്സ നൽകാനായി കൂടുതൽ മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളടക്കം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ അവിടുത്തെ കെനിയയിലെയും ഖത്തറിലെയും പ്രവാസി ഭാരതീയ സംഘടനകളും ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സുരേഷ്, ദുബായിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്. ബേപ്പൂരിന് സമീപം കടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503-ലുണ്ടായ തീ നിയന്ത്രിക്കാനാകുന്നില്ല. ഭാരത നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? മറ്റു വിവരങ്ങൾ കൂടി. കെ പി, തീർച്ചയായും 30 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെയും ഇപ്പോഴും നിലവിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ ചെരിഞ്ഞു തുടങ്ങിയതായും നേരത്തെ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കപ്പലിൽ നിന്ന് എണ്ണ പടരുന്നത് തടയാൻ ഡച്ച് കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾ എത്തും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ പൊള്ളലേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ച നാവികരിൽ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം 30 മണിക്കൂർ എന്നിട്ട് പോലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 4 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തുടർച്ചയായി ഫയർ ഫൈറ്റ് നടത്തുന്നുണ്ടെങ്കിലും തീ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മധ്യഭാഗത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും പുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മുതൽ 15 ഡിഗ്രിയിൽ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 4 നാവികരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്കുള്ള തിരച്ചിൽ ഊർജിതമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നാവികരിൽ 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. അതിൽ ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി 4 പേരുടെ നില തൃപ്തികരമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കെ പി, കോഴിക്കോട് നിന്നും ദിഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂരും ഭീകരവിരുദ്ധ നിലപാടും വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച മുഴുവൻ സർവകക്ഷി സംഘങ്ങളും വിദേശ പര്യടനം പൂർത്തിയാക്കി തിരിച്ചെത്തി.
സർവകക്ഷി സംഘത്തിന്റെ യാത്ര പൂർണ്ണ വിജയമാണെന്നും ഭാരതത്തിന്റെ സന്ദേശവും നിലപാടും നേരത്തെ പാക് അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധിച്ചെന്നും ഡൽഹിയിൽ മടങ്ങിയെത്തിയ ഡോക്ടർ ശശി തരൂർ MP പറഞ്ഞു. അതേസമയം 7 സർവകക്ഷി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരും. ഏതായാലും മുഴുവൻ സർവകക്ഷി സംഘങ്ങളും ഡൽഹിയിൽ തിരിച്ചെത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ പ്രതിനിധി സംഘവുമായി പ്രധാനമന്ത്രി ഔദ്യോഗികമായ കൂടിക്കാഴ്ച നടത്തും. ഭാരതത്തിൻ്റെ കൃത്യമായ നിലപാട്, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ സാധിച്ചു. കൊളംബിയ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ അനുകൂല നിലപാട് ആദ്യം സ്വീകരിച്ച കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൃത്യമായി എന്ത് സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായി വന്നത്, പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കം വ്യക്തമാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഡോക്ടർ ശശി തരൂർ MP തിരിച്ചെത്തിയ ശേഷം വ്യക്തമാക്കിയത്. ഏതായാലും ഈ പ്രതിനിധി സംഘവുമായി അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഭാരതത്തിൻ്റെ സന്ദേശം, കൃത്യമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രതിനിധി സംഘം വ്യക്തമാക്കിയത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം ചേരുക. വിശദാംശങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, സർവകക്ഷി സംഘവുമായുള്ള പ്രധാനമന്ത്രിയുടെ യോഗം എത്ര മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ഒപ്പം മറ്റ് വിശദാംശങ്ങളും. KP, ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ നിലപാടുമൊപ്പം ഓപ്പറേഷൻ സിന്ദൂറും വിശദീകരിക്കുന്നതിനായി വിദേശ പര്യടനം നടത്തിയിട്ടുള്ള സർവകക്ഷി സംഘങ്ങളിലെ അംഗങ്ങളുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒപ്പം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത് വൈകിട്ട് 7 മണിയോടുകൂടിയും കൂടിക്കാഴ്ച ആരംഭിക്കും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി സവൻലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ വെച്ച് പ്രധാനമന്ത്രി ഇവരെ കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ യോഗ നടപടികൾ ആരംഭിക്കുന്ന അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച ഇപ്പോഴും ആരംഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ സർവകക്ഷി സംഘങ്ങളിലെ അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി 33 രാജ്യങ്ങളും ഒപ്പം യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിലുമാണ് ഭാരതത്തിൻ്റെ വിദേശ സംഘങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സർവകക്ഷി സംഘം ഇത്തരത്തിൽ പര്യടനം നടത്തിയിട്ടുള്ളത്. 7 സംഘങ്ങളായി തിരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറും ഒപ്പം നിലവിൽ ഭാരതം സ്വീകരിച്ചിട്ടുള്ള ഭീകരവിരുദ്ധ നടപടികളും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുക, ഭാരതത്തിൻ്റെ നിലപാട് വിശദീകരിക്കുക, കൂടുതൽ പിന്തുണ നേടിയെടുക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സംഘങ്ങളെ രൂപീകരിക്കുകയും ആ സംഘങ്ങൾ വിദേശ പര്യടനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ 7ാമത്തെ സംഘം ഇന്നാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. ശശി തരൂരിൻ്റെ പ്രതികരണം പരിശോധിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്, ഞാനൊരു ഭാരതീയനായി ഭാരതത്തിന് വേണ്ടി സംസാരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി. ഈ സർവകക്ഷി സംഘത്തിൻ്റെ യാത്ര പൂർണ്ണ വിജയമായിരുന്നു. ഭാരതത്തിൻ്റെ സന്ദേശവും നിലപാടും മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും മുൻപ് പാക് അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയയിൽ പോലും ഭാരതത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുപ്പിക്കാനും സാധിച്ചു. അത്തരത്തിൽ വലിയ വിജയമായിരുന്നു ഈ സർവകക്ഷി സംഘത്തിൻ്റെ യാത്ര എന്ന പ്രതികരണമാണ് ശശി തരൂർ നടത്തിയത്. ശശി തരൂരിനെ കൂടാതെ രവിശങ്കർ പ്രസാദ്, കൂടാതെ സഞ്ജയ് കുമാർ ജാ, ബൈജയന്ത് പാണ്ഡെ, കനിമൊഴി, സുപ്രിയ സുലെ, കൂടാതെ ശ്രീകാന്ത് ഷിൻഡെ തുടങ്ങി 7 MPമാരുടെ നേതൃത്വത്തിൽ 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് 33 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനിലെയും രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ഭരണാധികാരികളുമായും ജനപ്രതിനിധികളുമായും കൂട്ടായ്മകളുമായും സംസാരിക്കുകയും വാർത്താസമ്മേളനങ്ങൾ നടത്തുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, എന്തുകൊണ്ടാണ് ഭീകരതയ്ക്ക് കനത്ത മറുപടി നൽകാൻ ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഭാരതം കൃത്യമായി തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ, ഈ വിശദാംശങ്ങൾ, ഈ ഒരു സാഹചര്യം, ഭാരതത്തിന്റെ തുടർ നടപടികൾ, ഇത് കൃത്യമായി ലോകരാജ്യങ്ങളെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കൊളംബിയ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ പാകിസ്ഥാനെ അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടേ, അവരെ കൂടി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വ്യക്തമാക്കാനും പ്രതിനിധി സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ശശി തരൂർ MPയും വിശദമാക്കിയതല്ലേ?
കെ.പി. തീർച്ചയായും വളരെ വിജയകരമായി ഭാരതത്തിൻ്റെ നിലപാടും സന്ദേശവും വിവിധ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ശശി തരൂരും നേരത്തെ ഓരോ വിവിധ സംഘങ്ങളായി 7 സംഘങ്ങൾ കഴിഞ്ഞൊരു 3 ദിവസമായി ഭാരതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ സംഘത്തിലെ ഓരോ അംഗങ്ങളുടെയും പ്രതികരണം പരിശോധിക്കുമ്പോഴും വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ കാണിക്കുന്നതിനും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് വസ്തുതകൾ സഹിതം തുറന്നു കാണിക്കുന്നതിനും അതിന് സ്വീകാര്യത നേടുന്നതിനും ഭാരതത്തിൻ്റെ നിലപാടിന് സ്വീകാര്യത നേടുന്നതിനും ഈ സർവകക്ഷി സംഘങ്ങളുടെ വിദേശ പര്യടനത്തിലൂടെ സാധിച്ചു എന്ന പ്രതികരണമാണ് ഈ അംഗങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. 50-ലധികം MP-മാർ ഒപ്പം മുൻ MP-മാർ വിദേശ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വിദേശകാര്യ വിദഗ്ധർ ഇവരെയെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ 7 സംഘങ്ങൾ ഭരണകക്ഷി പ്രതിപക്ഷ കക്ഷി എന്ന വ്യത്യാസമില്ലാതെ ഭാരതത്തിൻ്റെ ജനപ്രതിനിധികൾ ഒപ്പം വിദേശകാര്യ വിദഗ്ധന്മാരും മുൻ MP-മാരും ഉൾപ്പെടുന്ന സംഘങ്ങളാണ് ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ ചെന്നുകൊണ്ട് ഭാരതം എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കി, എന്താണ് പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ, അത് ഈ മേഖലയിൽ ഏഷ്യൻ മേഖലയിൽ എത്രത്തോളം പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വഴിവെക്കുന്നുണ്ട്, ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാട് എന്താണ്, ഒപ്പം മുഴുവൻ ലോകരാജ്യങ്ങളും ഭീകരതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശവുമാണ് ഈ സംഘങ്ങൾ നൽകിയിട്ടുള്ളത്. ആ സംഘത്തിൽ അംഗങ്ങളുമായിട്ടാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നത്. കെ.പി. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഭാരതവും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ 17ാമത് പതിപ്പായ നൊമാഡിക് എലിഫന്റ് 2025 തുടരുകയാണ്. മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാൻ ബാത്തറിലെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിംഗ് സെന്ററിലാണ് സൈനിക അഭ്യാസം. പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം നടത്തുന്ന ആദ്യ അന്താരാഷ്ട്ര സൈനികാഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ് 2025. ഭാരതത്തിൻ്റെയും മംഗോളിയയുടെയും സൈന്യങ്ങൾ സംയുക്തമായി നടത്തുന്ന വാർഷിക സൈനികാഭ്യാസത്തിൻ്റെ 17ാം പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. മെയ് 31 മുതൽ ജൂൺ 13 വരെയാണ് ഇത്തവണത്തെ സംയുക്ത സൈനികാഭ്യാസം. ഭാരത സംഘത്തിൽ 45 സൈനികരാണുള്ളത്. മംഗോളിയൻ സായുധ സേനാ സംഘത്തെ 150 സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റ് പ്രതിനിധീകരിക്കുന്നു. സെമി അർബൻ പർവ്വത പ്രദേശങ്ങളിലെ പാരമ്പര്യേതര പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ അഭ്യാസം ഭാരത സൈന്യവും മംഗോളിയൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനശേഷിയും പരസ്പര പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. സമകാലിക സുരക്ഷാ വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കാനുള്ള കഴിവ് ശക്തിപ്പെടുത്തുകയാണ് സംയുക്ത അഭ്യാസങ്ങളിലൂടെ ഭാരത മംഗോളിയൻ സേനകളുടെ ലക്ഷ്യം. ഭാരതത്തിലും മംഗോളിയയിലും മാറി മാറിയാണ് ഇത് നടത്തപ്പെടുന്നത്. അവസാന പതിപ്പ് 2024 ജൂലൈയിൽ മേഘാലയയിലെ ഉംറോയിലാണ് നടന്നത്. ഈ സൈനികാഭ്യാസം ഒരു നിർണായക പരിശീലന വേദിയായി മാത്രമല്ല, ഭാരതവും മംഗോളിയയും തമ്മിലുള്ള ശക്തവും തന്ത്രപരവുമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. നാഷണൽ ഡെസ്ക്, ജനം. വ്യോമ റഡാർ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഭാരതം 6 എംബ്രയർ വിമാനങ്ങൾ വാങ്ങുകയാണ്. ബ്രസീലിൽ നിന്നാണ് ഈ വിമാനങ്ങൾ വാങ്ങുന്നത്. ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണ റഡാറുകൾക്ക് പുറമെ ആകാശത്തു നിന്നും നിരീക്ഷണം നടത്തുന്ന സംവിധാനമാണ് എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം. വിമാനത്തിന് മുകളിൽ റഡാറുകൾ ഘടിപ്പിച്ച് മലമ്പ്രദേശങ്ങളിൽ നിരീക്ഷണം സാധ്യമാക്കുന്നതിനുള്ള സംവിധാനമാണിത്. ഈ സംവിധാനം തയ്യാറാക്കുന്നതിനാണ് പുതിയ വിമാനങ്ങൾ വാങ്ങുന്നത്. 6 എംബ്രയർ വിമാനങ്ങൾ ബ്രസീലിൽ നിന്ന് വാങ്ങാനുള്ള നിർദ്ദേശമാണ് പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിനു മുന്നിൽ ഇന്ത്യൻ വ്യോമസേന സമർപ്പിച്ചിരിക്കുന്നത്. DRDO നിർമ്മിച്ച നേത്ര മാർക്ക് 1A റഡാറുകളായിരിക്കും വിമാനങ്ങളിൽ സജ്ജീകരിക്കുക. പാകിസ്ഥാൻ വ്യോമസേന എയറി ഐ റഡാർ ഘടിപ്പിച്ച 8 സേബ് 2000 വിമാനങ്ങൾ സജ്ജമാക്കിയതും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുള്ള 4 ചൈനീസ് ZDK-03 എയർക്രാഫ്റ്റ് പ്രയോജനപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഓപ്പറേഷൻ സിന്ദൂറിലും എയറി ഐ റഡാറുകൾ ഘടിപ്പിച്ച സേബ് വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേന പ്രയോജനപ്പെടുത്തിയിരുന്നു. 350 കിലോമീറ്റർ അകലെ തന്നെ ശത്രു വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനമാണ് എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ മുന്നറിയിപ്പ് സംവിധാനം. ന്യൂസ് ഡെസ്ക്, ജനം.
ഓസ്ട്രിയൻ നഗരമായ ഗ്രസിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെടിവെപ്പ് 10 പേർ കൊല്ലപ്പെട്ടു. 8 കുട്ടികളും അക്രമിയും ഒരു മുതിർന്ന വ്യക്തിയുമാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട്. അക്രമി സംഭവത്തിനു ശേഷം സ്വയം ജീവനൊടുക്കിയെന്നാണ് സൂചന. ലോസ് ഏഞ്ചൽസ് കലാപകാരിയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് FBI. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയ ആളെയാണ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. കലാപം നിയമവിരുദ്ധമായി സംഘം ചേരലായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റിൽ നടന്ന ആക്രമണം സങ്കീർണ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉയർത്തുകയാണ്. കലാപം നിയന്ത്രണ വിധേയമാക്കാൻ 700ഓളം മറീനുകളെ ട്രംപ് ലോസ് ഏഞ്ചൽസിലേക്ക് അയച്ചു. നേരത്തെ 2000ഓളം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ ലോസ് ഏഞ്ചൽസിൽ നിയോഗിച്ചിരുന്നു. ക്രമസമാധാന സംവിധാനങ്ങളിൽ സൈന്യത്തെ അപൂർവമായാണ് അമേരിക്കയിൽ നിയോഗിക്കാറുള്ളത്. കുടിയേറ്റ കലാപം നിയമവിരുദ്ധ സംഘം ചേരലായി ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $50,000 പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് FBI. മറീനുകളെ അയച്ചതും നാഷണൽ ഗാർഡ്സിനെ നിയോഗിച്ചതും ലോസ് ഏഞ്ചൽസ് ഗവർണർ ഗവിൻ ന്യൂസോം എതിർക്കുകയാണ്. ഗവിൻ ന്യൂസോമിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നുണ്ട്. ഗവിൻ ന്യൂസോം കലാപത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു. ഡെമോക്രാറ്റുകൾക്ക് സ്വാധീനമുള്ള സ്റ്റേറ്റാണ് ലോസ് ഏഞ്ചൽസ് ഉൾപ്പെടുന്ന കാലിഫോർണിയ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള റെയ്ഡ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ആരംഭിച്ചതാണ് കലാപത്തിലേക്ക് നയിച്ചത്. അനധികൃത കുടിയേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. കലാപത്തെ തുടർന്ന് നിരവധി പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ വസാവത് ഖാൻ അറസ്റ്റിൽ. കൊൽക്കത്ത പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെതിരെ പോസ്റ്റിട്ട നിയമ വിദ്യാർത്ഥിനി ശർമിഷ്ഠ പനോലിക്കെതിരെ പരാതി നൽകിയ ആളാണ് വസാവത് ഖാൻ. ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തിയതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനുമാണ് കൊൽക്കത്ത പോലീസ് വസാഹത് ഖാനെ അറസ്റ്റ് ചെയ്തത്. ഗോൾഫ് ഗ്രീൻ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയ വഴി ഹിന്ദുദേവതകളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ ഗുവാഹത്തി പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. ഗുവാഹത്തിയിലെ കാമാഖ്യ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെയും ഭക്തരെയും ആക്ഷേപിച്ച് വസാഹത് ഖാൻ ഖാദ്രി റാഷിദി നടത്തിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് പരാതിയിൽ പരാമർശിക്കുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തിയ സംഭവത്തിൽ നേരത്തെ ഡൽഹിയിലെ 2 അഭിഭാഷകരും വസാഹത് ഖാനെതിരെ പരാതി നൽകിയിരുന്നു. ജൂൺ 1 മുതൽ ഒളിവിലായിരുന്ന ഖാനെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. ന്യൂസ് ഡെസ്ക്, ജനം. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.